ഇരമ്പിയാർക്കും തിരമാലകൾ പോലെ ഇടനെഞ്ചു പിടയും ഇടിനാദങ്ങൾ പോലെ ഇനിയും ഒരംഗത്തിനു ബാല്യവുമായി, ഇനിയും ഒരംഗത്തിനു വീര്യവുമായി. പടക്കുതിരകളായി പോരിനിറങ്ങിയ പഴയ കാലം ഇനിയും പിറക്കും. പകരക്കാരനില്ലാത്ത പോരാളിയായി പുതുകാലം ഇനിയും രചിക്കും. ഞാനിപ്പോഴുള്ളത് തൃക്കരിപ്പൂർ പടന്നയിലാണ്. ഇവിടെ KV ശശിധരൻ എന്ന ഇദ്ദേഹം 16 വർഷങ്ങൾക്ക് മുൻപ് തെങ്ങിൽ നിന്ന് വീണ് അപകടം പറ്റി അരയ്ക്ക് താഴെ ചലനശേഷിയില്ലാത്ത ഒരവസ്ഥയിലാണ്. പക്ഷേ ഇപ്പോൾ ഫുട്ബോൾ ആരവങ്ങൾ ലോകത്തെമ്പാടും നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലും ആ ആരവം ഉണരുകയാണ്. But after suspended midfielder Teboho Mokoena was fielded in the 3-0 victory at Lesotho, the result was overturned. 3 points lost left them needing at least 4 points from their final. ഞാൻ ജോലിക്കിടയിൽ വീണിട്ട് ഒരു 15 വർഷത്തിലേറെയായി. അപ്പോൾ അതിനു മുമ്പും ഞാൻ കളി കണ്ടിട്ടുണ്ട്, അതിന് ശേഷവും കുറേ തവണ ഞാൻ ലോകകപ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ലോകകപ്പ് കാണാനുള്ള ആവേശത്തിലാണ് ഞാൻ. വിധി തളർത്തിയ ശരീരത്തെ അടങ്ങാത്ത കായികാവേശം കൊണ്ടും അക്ഷരക്കരുത്തുകൊണ്ടും തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പടന്ന ചൊക്കിക്കണ്ടം സ്വദേശിയായ KV ശശിധരൻ. തെങ്ങുകയറ്റത്തിനിടെയുണ്ടായ അപ്രതീക്ഷിത അപകടത്തിൽ നട്ടലിന് പരിക്കേറ്റ് കിടപ്പിലായെങ്കിലും മനസ്സിന്റെ കരുത്തുകൊണ്ട് ജീവിതത്തെ സജീവമാക്കി നിർത്തുകയാണ് ഈ 55-കാരൻ. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ശശിധരന്റെ മനസ്സിന് എന്നും ആവേശം പകരുന്നത് കാൽപന്ത് കളിയാണ്. ലോകകപ്പ് ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ അദ്ദേഹത്തിന് ജർമ്മനിയോടാണ് കടുത്ത ആരാധന. ചെറുപ്പം മുതലേ തുടങ്ങിയ ജർമ്മൻ പ്രണയം ഇന്നും ഒട്ടും ചോർന്നു പോയിട്ടില്ല. രാത്രികളിൽ ഉറക്കമൊഴിഞ്ഞും TV-യിൽ കളി കാണാൻ അദ്ദേഹം കാത്തിരിക്കുന്നു. പ്രിയ ടീമിന്റെ ഓരോ മത്സരവും അതീവ ആവേശത്തോടെയാണ് അദ്ദേഹം പിന്തുടരുന്നത്. ഇനിയുള്ള രാത്രികൾ തന്റെ പ്രിയ ടീമിന്റെ വിജയത്തിനായുള്ള കാത്തിരിപ്പിലാണെന്ന് ശശിധരൻ പറയുന്നു. ഫുട്ബോൾ ആവേശത്തിനൊപ്പം ശശിധരന്റെ ജീവിതത്തിന് പ്രത്യാശ നൽകുന്നത് വായനയും എഴുത്തുമാണ്. പ്രീ ഡിഗ്രിക്ക് ശേഷം കുടുംബഭാരം കാരണം പഠനം ഉപേക്ഷിച്ച് തോണി തുഴഞ്ഞും തെങ്ങ് കയറിയും ജീവിക്കുന്നതിനിടയിലായിരുന്നു അപകടം. എന്നാൽ ദുരനുഭവങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇദ്ദേഹം എഴുതിയ നീരുറവ, ചിറകറ്റ പക്ഷികൾ എന്നീ കവിതാ സമാഹാരങ്ങളും 2 കഥാസമാഹാരങ്ങളും ഇതിനകം പ്രസിദ്ധീകരിച്ചു. കവിത എഴുതാനാണ് ശശിധരന് കൂടുതൽ താല്പര്യം. 2015 പ്രണയം എന്ന കവിതയ്ക്ക് യുവ കലാസാഹിതി പുരസ്കാരവും സ്നേഹതീരത്തെ തണൽമരങ്ങൾ എന്ന കഥയ്ക്ക് സാമൂഹ്യനീതി വകുപ്പിന്റെ സംസ്ഥാനതല മത്സരത്തിൽ 1ാം സ്ഥാനവും ലഭിച്ചു. സ്കൂൾ കാലം തൊട്ടുള്ള വായനാശീലം നിലനിർത്താൻ സുഹൃത്തുക്കൾ ഇന്നും വായനശാലകളിൽ നിന്ന് പുസ്തകങ്ങൾ വീട്ടിലെത്തിച്ചു നൽകുന്നുണ്ട്. വായനയ്ക്കിടയിൽ പഴയ പാട്ടുകൾ കേൾക്കുന്ന പതിവുള്ള ശശിധരന് 100ഓളം ഗാനങ്ങൾ കാണാപാഠവുമാണ്. എഴുത്തും വായനയും പ്രിയപ്പെട്ട ഫുട്ബോളും നൽകുന്ന വലിയ പ്രതീക്ഷകളിലാണ് ശശിധരന്റെ ഓരോ ദിനങ്ങളും കടന്നു പോകുന്നത്. പ്രതിസന്ധികളിൽ ഒന്നും തളരാതെ ഇന്നും തന്റെ ഇഷ്ടവിനോദമായ ഫുട്ബോളിനെ നെഞ്ചേറ്റി ജീവിക്കുകയാണ് ശശിധരൻ. എന്തായാലും തന്റെ ഇഷ്ട ടീമായ ജർമ്മനിക്ക് വേണ്ടി അദ്ദേഹം ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.